അവൾ പാഞ്ഞു വന്നവനെ കെട്ടിപ്പിടിച്ചു. ഒരു കാറ്റിന് പോലും ഇടം കൊടുക്കാതെ അവൾ അവനെ വരിഞ്ഞു മുറുക്കി. അർജുനൻ തലക്കടിയേറ്റതുപോലെ ഒറ്റ നിൽപ്പായിരുന്നു. തൻ്റെ ദേഹത്തമരുന്ന മീരയുടെ ശരീരത്തിലെ ചൂടറിഞ്ഞുകൊണ്ട് ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ അവൻ അങ്ങനെ നിന്നുപോയി. അടുത്ത നിമിഷം ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവൻ്റെ കാൽക്കലിലേക്ക് വീണിരുന്നു. അവൻ്റെ കാലുകൾ കൂട്ടിപ്പിടിച്ച് അവൾ തേങ്ങിക്കരയുന്നത് കണ്ട് അർജുൻ നടുങ്ങിപ്പോയി. മീരേ മീരേ തൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നവളെ കണ്ട് അവൻ ഇടർച്ചയോടെ വിളിച്ചു. അവളത് കേട്ടില്ലെന്ന് തോന്നി അർജുന്. നിർത്താതെ കരയുകയാണ് അവൾ. അവൻ മീരയെ അടർത്തി മാറ്റാനൊരു ശ്രമം നടത്തിയെങ്കിലും അവളൊരു ഇഞ്ച് പോലും അനങ്ങിയില്ല. മീരേ എന്താ ഇത്? എണീറ്റേ, എണീക്കടോ മീരേ. അർജുൻ അത് കണ്ട് വെപ്രാളത്തോടെ പറയുന്നുണ്ട്. എവിടുന്ന്? അവൾ അതൊന്നും കേൾക്കുന്നില്ല. പൊട്ടി പൊട്ടി കരയുകയാണ്. മഹിയുടെ ഓരോ വാക്കുകളും അവളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും തികട്ടി വരികയാണ്. ആ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞിട്ടും അവൾക്ക് മതിയാവുന്നില്ല. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യം വന്നിരിക്കുന്നു. എങ്ങനെ മാപ്പ് ചോദിക്കണമെന്നോ പ്രായച്ചിത്തം ചെയ്യണമെന്നോ അറിയാതെ കരയുകയാണ് അവൾ. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അർജുനോട് താൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയെന്ന് ഇന്നവൾ തിരിച്ചറിയുന്നുണ്ട്. അതോർത്ത് വിങ്ങി കരയുന്നുണ്ട്. എന്നാൽ ആ കരച്ചിൽ എന്തിനാണെന്ന് പോലും അറിയാതെ അവളുടെ കരച്ചിൽ താഴെയുള്ളവർ കേൾക്കുമോ എന്ന ഭയത്തോടെയാണ് അവൻ അവിടെ നിൽക്കുന്നത്. മീരെ, അമ്മയോ അവളോ കേട്ടാ അവരിങ്ങോട്ട് വരും. പ്ലീസ്, താൻ ഈ കരച്ചിലൊന്ന് നിർത്ത്, എണീക്ക്. സഹിക്കട്ടവനൊന്ന് കുനിഞ്ഞുകൊണ്ട് ബലമായി അവളെ പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തവണ അവൻ പറഞ്ഞത് കേട്ടിട്ടാവണം അവൾ അധികം ബലമൊന്നും പിടിക്കാതെ എണീറ്റ് നിന്നു. എണീറ്റ് നിന്നെങ്കിലും അവളുടെ കരച്ചിലൊരു കുറവുമില്ല. അർജുൻ അത് കണ്ട് തല ചൊറിഞ്ഞു. പിന്നീട് പോയി ഡോറ് ലോക്ക് ചെയ്തു. അതുപോലെ തിരികെ വന്ന് അവളുടെ മുന്നിൽ വന്ന് നിന്നു. മീരെ, ഇങ്ങനെ മനസ്സിന് ടെൻഷനാക്കാതെ ഈ കരച്ചിലൊന്ന് നിർത്തി കാര്യം പറയും. ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ സഹികെട്ട് പറഞ്ഞു. അപ്പോഴും അവൾ വിരുമ്പി കരയുകയാണ്. അതിനൊപ്പം അവൻ മയത്തിൽ അവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അർജുന് ദേഷ്യം വരാൻ തുടങ്ങി. ഇത് കുറെ നേരമായല്ലോ, ഒന്ന് നിർത്തുന്നുണ്ടോ? എത്രയായി ഞാൻ ഈ ചോദിക്കുന്നു? ഒടുവിൽ അവൻ്റെ ഒച്ച ഉയർന്നു. മീര ഒന്ന് ഞെട്ടി. അവനെ നോക്കി ചുണ്ടു വിരുമ്പി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. അർജുൻ അവളെ തുറച്ചു നോക്കി. മീരെ, നീ കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ? അവൻ ഒച്ചയെടുത്തതും അവൾ ഉടുമ്പിനെ പോലെ അവനെ ദേഹത്തേക്ക് കൊട്ടി. അവൾ പെട്ടെന്ന് വന്ന് ഒട്ടൊന്നും പ്രതീക്ഷിക്കാതിരുന്ന അർജുൻ അവളുടെ ആ നീക്കത്തിൽ പിന്നോട്ട് വേക്കുകയും കൈകൾ കൊണ്ട് പിന്നിലേക്ക് വിടർന്നു പോവുകയും ചെയ്തിരുന്നു. കൈകൾ അങ്ങനെ തന്നെ പിന്നിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ മാത്രം താഴ്ത്തി തന്നെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളൊന്ന് നോക്കി. ഇവൾക്ക് വട്ടായതാണോ അതോ താൻ സ്വപ്നം കാണുകയാണോ എന്ന് അവൻ സംശയിച്ചു പോയി. എനിക്ക് ഡിവോഴ്സ് വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണ്ട, എന്നെ ഡിവോഴ്സ് ചെയ്യണ്ട. അവളെ ഷർട്ടിൽ പിടിമുറുക്കി മുഖം അവനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ വിരുമ്പി. അർജുനാണെങ്കിൽ കിളി പോയൊരു പാവവും. ഇവളിത് എന്തൊക്കെയായി പറയുന്നത് പോലെയായിരുന്നു നോട്ടവും. അതിന് ഡിവോഴ്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മീരെ. അവൻ അതേ നിൽക്കുന്നതുകൊണ്ട് നെറ്റിച്ചുടിച്ചു. എനിക്ക് ബന്ധം പിരിയണ്ട. അവൾ മൂക്ക് വലിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. അത് ശരി, അതിനിപ്പോൾ ബന്ധം പിരിയണമെന്ന് ഇവിടെ ആരാ പറഞ്ഞത്? നേരെ നിന്നുകൊണ്ട് അർജുൻ തിരക്കി. അപ്പോഴും അവൾ അവനിൽ നിന്ന് മറന്നു മാറിയിരുന്നില്ല. അച്ഛൻ പറയുന്നതിനൊപ്പം അവളും കരഞ്ഞു. അർജുൻ ഒന്ന് ഞെട്ടി. നിങ്ങൾ വന്നാലുണ്ട് ബന്ധം വേർപെടുത്തുന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങി. എന്തിന്? അർജുൻ അന്താളിച്ച് പോയി. നിങ്ങളുടെ ഫ്രണ്ട് മനോജ് അച്ഛനോട് പോയി കണ്ടിരുന്നു. അത്രമാത്രമേ മീരയ്ക്ക് പറയേണ്ടി വന്നുള്ളൂ. അർജുന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. മനോജ് ഇങ്ങനെ ഒരു പണി തരുമെന്ന് അർജുൻ കരുതിയില്ല. അതോർത്തവൻ പല്ലിഞ്ഞരിച്ചു. കയ്യിൽ കിട്ടിയ രണ്ട് പൊട്ടിക്കണമെന്ന് അപ്പോൾ തന്നെ അവൻ മനസ്സിൽ കണക്ക് കൂട്ടി. ഇനി എങ്ങനെ മഹിയെ ഫേസ് ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. വെയിറ്റ്, അപ്പൊ ബന്ധം രണ്ടാക്കുമെന്ന് പറഞ്ഞതിനാണോ താനീ കണ്ട കരച്ചിലൊക്കെ കരഞ്ഞത്? അർജുൻ ആശ്ചര്യത്തോടെ തിരക്കി. മീരയിൽ നിന്നും പ്രതികരണമൊന്നുമില്ല. നേരത്തെ തേങ്ങലുകൾ കേൾക്കാം. അവളുടെ മുഖഭാവം എന്താണെന്ന് അറിയാൻ അർജുൻ അവളെ തന്നെ നെഞ്ചിൽ നിന്നും മറത്തി മാറ്റി. മുഖമൊക്കെ ചുവന്ന് വിങ്ങിയിരിക്കുകയാണ്. ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ താൻ ശരിക്കും പടക്കം പിടിച്ച് ആഘോഷിക്കേണ്ടതാണല്ലോ. അവൻ കുഞ്ഞൊരു ചിരിയോടെ തിരക്കി. ആ മങ്ങിയ ചിരി മീരയെ വല്ലാണ്ട് കുത്തി നോവിക്കുന്നു. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. നോവിക്കണമെന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ എന്നെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. അതിനിടയിൽ നിങ്ങളുടെ ജീവിതം കൂടി ബാധിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. മാപ്പ്. ചെയ്ത തെറ്റിനെ വ്യാപ്തി ഇപ്പം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മാപ്പ് പറഞ്ഞത് കൊണ്ട് തീരില്ലെന്ന് അറിയാം. പക്ഷെ ഇപ്പം കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ എനിക്ക് അറിയൂ. അവൾ വീണ്ടും കാലിലേക്ക് വീഴാൻ പോകുന്നത് കണ്ട് അർജുൻ അവളെ തടഞ്ഞു. മീരവൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് അതിൽ മുഖം ചേർത്ത് വിങ്ങിപ്പൊട്ടി. അവളുടെ കണ്ണുനീര് അവൻ്റെ കൈകളും നനയിച്ചു. അവൻ പെട്ടെന്ന് കൈകൾ വലിച്ചെടുത്തു. മീര അത്യധികം ദയനീയതയോടെ അവനെ നോക്കി. അച്ഛനൊത്തിരി ശകാരിച്ചിട്ടുണ്ടാവുമല്ലേ?
അവളിൽ നിന്നും രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൻ വിളറിയ ചിരിയോടെ ചോദിച്ചു. അവൾ സങ്കടത്തോടെ അവനെ നോക്കി. ഇപ്പം ഈ പറഞ്ഞതൊക്കെ മീര സ്വയം തോന്നി ചെയ്തതാണെങ്കിൽ ഞാൻ ഒത്തിരി സന്തോഷിച്ചോനെ. ഇത് അച്ഛൻ്റെ ശകാരം കേട്ടുണ്ടായ വിഷമത്തിൽ താൻ എടുത്തു ചാടി പറയുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഈ സങ്കടമൊക്കെ മാറുമ്പോൾ ചിലപ്പോൾ താൻ തന്നെ അതൊക്കെ മാറ്റി ചിന്തിച്ചെന്ന് വരും. അതുകൊണ്ട് സങ്കടത്തിൻ്റെ പുറത്ത് താനൊരു തീരുമാനം എടുക്കണ്ട. വെറുതെ എന്തിനാ എനിക്ക് പ്രതീക്ഷ തന്ന്. അവസാനം പറഞ്ഞു വന്നത് മുഴുവിപ്പിക്കാതെ അർജുൻ അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അവൻ്റെ മുന്നിൽ താൻ വല്ലാണ്ട് ചെറുതാണെന്നതുപോലെ തോന്നി അവൾക്ക്. ഒരുമിച്ച് ജീവിക്കണം എന്നൊരു ആഗ്രഹം തോന്നിപ്പോയി. അത് നടക്കില്ലെന്നായപ്പോൾ സങ്കടം തോന്നിയുള്ളത് സത്യ. മനോജ് തങ്ങളിനോട് അറിയിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവനോടൊന്ന് ഷെയർ ചെയ്യില്ലായിരുന്നു. സോറി, അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു. ഇപ്പോഴും അവനെങ്ങനെ തന്നോട് ഇത്ര മയത്തോടെ സംസാരിക്കാൻ കഴിയുന്നു എന്നത് മീരയെ അത്ഭുതപ്പെടുത്തി. താൻ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ തനിക്ക് മുന്നിൽ പുഞ്ചിരിയോടെ നിന്ന് സംസാരിക്കാൻ അവനെങ്ങനെ സാധിക്കുന്നു എന്നവൾക്ക് മനസ്സിലാവുന്നില്ല. അവനിൽ നിന്നും ഈ മാന്യത താൻ അർഹിക്കുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യം ഇപ്പം മീരക്കുണ്ട്. താൻ വിഷമിക്കണ്ട, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കാണാം. ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ആ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ മടിച്ച് അവൻ ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാനായി പോയി. മീര അതോടെ സങ്കടത്തോടെ ബെഡിലേക്കിരുന്നു. ആ മനുഷ്യനെ അവൾക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഇപ്പോഴും അവനെന്തോ തെറ്റ് ചെയ്തതുപോലെയുള്ള അവനെ ക്ഷമാപണം അവൾ അസ്വസ്ഥമാക്കുന്നുണ്ട്. ചിന്തകളിൽ മുഴുകിയിരിക്കുന്നിടയിൽ അർജുൻ ഫ്രഷായി വന്നതും അവൾ അറിഞ്ഞില്ല. ഹെടോ, അവൻ കുലുക്കി വിളിക്കുമ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നുണരുന്നത്. അവനെ കണ്ട് അവൾ ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു. ഫുഡ് കഴിക്കണ്ടേ? മുഖമൊക്കെ കഴുകിയിട്ട് താഴേക്ക് പോവാം. അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അമ്മയോ കൃതിയോ തൽക്കാലം എന്ന് അറിയരുതേ, എൻ്റെ റിക്വസ്റ്റാണ്. അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൾ തൊണ്ടയിലൊരു തേങ്ങിൽ വന്നതിനെ തടഞ്ഞു നിർത്തി ദയനീയമായി നോക്കിയവനെ. പോയി മുഖം കഴുകി വാ. ഫുഡ് കഴിച്ചിട്ടാവാൻ ഡിസ്കഷനൊക്കെ. അവർ നോക്കിയിരിക്കുന്നുണ്ടാവും. അവൻ മുഖത്തൊരു ചിരി വരുത്തിയത് വളരെ പെട്ടെന്നായിരുന്നു. എനിക്ക് വേണ്ട, വിശപ്പില്ല. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇപ്പോഴും താൻ പറഞ്ഞത് ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വിശപ്പും ദാഹവും കേട്ടിട്ട് 2 ദിവസമായി. നമ്മുടെ പ്രശ്നങ്ങൾ അവരെ കൂടി അറിയിച്ചിട്ട് എന്തിനാടും? വന്ന് ഇത്തിരി എന്തെങ്കിലും കഴിക്ക്. അവൻ നിർബന്ധത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൻ ആ കൈ വിട്ടു. കൂടുതലൊരു സോറി എന്നൊരു പറച്ചിലും. മുൻപ് അവനില്ലായ്മ അവൾക്കൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ ഈ അവഗണന അവൾ അസ്വസ്ഥമാക്കുന്നുണ്ട് വല്ലാതെ. പ്ലീസ്, അവൻ കെഞ്ചി വിളിച്ചതും മീര ഒരു പാവയെ പോലെ പോയി മുഖം കഴുകി അവനോടൊപ്പം നടന്നു. ഡൈനിങ് ടേബിളെല്ലാം ഒതുക്കി കാത്തിരിക്കുകയാണ് കൃതിയും അമ്മയും. അവൻ വരുന്നത് കണ്ട് പ്ലേറ്റൊക്കെ എടുത്ത് വിളമ്പി തുടങ്ങി അരുണിമ. 3 പേർക്കും ഒരുപോലെ വിളമ്പിയ ശേഷം അരുണിമ കഴിച്ചു തുടങ്ങി. 2 വർഷത്തെ വിശേഷങ്ങൾ വാതോരാതെ പറയുന്നതിനൊപ്പം അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി നുള്ളിപ്പെറുക്കുന്നവനെ നോക്കിയാണ് മീരയും ഇരുന്നത്. കൈ കഴുകിയിരുന്ന എന്നല്ലാതെ അവൾക്ക് ആഹാരം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. കഴിക്കാനുള്ള മനസ്സുഖമില്ലാണ്ടാവണം. കുറച്ചു നേരം നുള്ളിപ്പൊറുക്കിയ ശേഷം അതും എടുത്ത് എണീറ്റു. അരുണിമ നിർബന്ധിച്ചിട്ടും അവൾ വിശപ്പില്ലെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോയി. ശേഷം കൈ കഴുകി മുറിയിലേക്ക് കയറിപ്പോയി. പോകുന്നേരം അമ്മയോടും കൃതിയോടും വാതോരാതെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നവനെ തിരിഞ്ഞു നോക്കാനും അവൾ മറന്നില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? കഴിച്ചെഴുന്നേറ്റ് കുറച്ചു നേരം കൂടി ഹാളിൽ ചിലവഴിച്ച ശേഷം കിടക്കാനായി പോകാൻ എഴുന്നേറ്റവനോടായി അരുണിമ ആശങ്കയോടെ തിരക്കി. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമല്ല, ചെറിയൊരു സൗന്ദര്യപ്പിണക്കം, അത്രേ ഉള്ളൂ. അവൻ കണ്ണു ചിമ്മി ചിരിച്ചു. എന്നിട്ടും അരുണിമയ്ക്ക് അത്ര സമാധാനം പോരാ. പിണക്കൊന്നും നീട്ടിക്കൊണ്ട് പോവരുതേ. എന്താണെങ്കിലും ഇന്ന് തന്നെ പറഞ്ഞു തീർക്കണം കേട്ടോ, അരുണിമ സ്നേഹത്തോടെ പറഞ്ഞു. ഏട്ടാ, മീരൊന്നും കഴിക്കാതെയാ പോയേ. ഈ പാല് കുടിച്ചിട്ട് ആ പിണക്കങ്ങ് മാറ്റാൻ നോക്ക്. കൃതി ഒരു ഗ്ലാസ് പാലുമായി വന്ന് പറഞ്ഞതും അവൻ അതും വാങ്ങി തലയാട്ടി സ്റ്റയർ കയറി. അവൻ ചെല്ലുമ്പോൾ മീര ബെഡിൽ ചാരിയിരിപ്പുണ്ട്. കിടക്കും മുന്നേ ഈ പാലും മറക്കാതെടുത്ത് കുടിക്കണേ, കൃതി തന്നു വിട്ടതാ. എന്തോ ആലോചനയോടെ ഇരിക്കുന്നവളെ കൂടുതൽ നിർബന്ധിച്ച് ബുദ്ധിമുട്ടിക്കാതെ അവൻ പറഞ്ഞു. ആ പാല് ഭദ്രമായി അടിച്ചു വെക്കുകയും ചെയ്തവൻ. എടോ, ഈ ബെഡ്റൂമിന് പുറത്തെങ്കിലും ചിരിച്ച മുഖത്തോടെ നിന്നൂടെ തനിക്ക്? അറ്റ്ലീസ്റ്റ് കൃതിയുടെ മാരേജ് നടക്കുന്നവരെങ്കിലും. എന്നിട്ട് താൻ എന്തോ ആയിക്കോ. അപ്പോൾ തനിക്ക് എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാ എന്തിനും. മനസ്സ് കലക്കിക്കൊണ്ടവൻ പറഞ്ഞു. എന്തിനൊന്ന് പറഞ്ഞ ഡിവോഴ്സാണോ ഉദ്ദേശിച്ചത്? അവൾ അടഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ ബെഡിൽ നിന്നൊരു തലയിലെടുത്ത് നിവർന്നു. ഷെൽഫിൽ നിന്നൊരു ഷീറ്റും എടുത്ത് നിലത്ത് വിരിച്ചു. ഇതെന്തിനാ? മീര ഷോൾഡറിൽ മുഖം തുടച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി. മീര ബെഡിൽ കിടന്നു. ഞാനിവിടെ കിടന്നോളാം. അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ തുറിച്ചു നോക്കി. അവളുടെ തുറിച്ചു വന്ന കണ്ണുകൾ നിറഞ്ഞു ചുവന്നിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലടോ.
അവനത് പറഞ്ഞതും അവൾ ആ തലയണ പിടിച്ച് വാങ്ങി ബെഡിലേക്ക് എറിഞ്ഞു. എന്താ ഇത്രയും നാൾ ഞാൻ ഒഴിവാക്കിയതിനൊക്കെ പകരം വീട്ടാണോ? അവൾ തുറച്ചു നോക്കിയാണ് ചോദിച്ചതെങ്കിലും പറഞ്ഞു തീർന്നപ്പോൾ അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. ഇതൊക്കെ ഒരു പകരം വീട്ടിലാണോ മീരെ? അവൻ നിസ്സംഗമായി അവളെ നോക്കി. മീരയ്ക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരുപോലെ തോന്നി. ഒറ്റ ദിവസം കൊണ്ട് തനിക്ക് ഇത്രയും സങ്കടം തോന്നിയെങ്കിൽ 2 വർഷം അവൻ എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അവൾ ഓർത്തു. അച്ഛൻ പറഞ്ഞിരുന്ന പെട്ടെന്നൊരു പ്രണയം പൊട്ടിമുളക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ലെങ്കിലും അവൻ്റെ ഈ പെരുമാറ്റം അവളെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ 2 ദിവസങ്ങൾ കൊണ്ട് അവനെയും അവൻ്റെ ഫീലിങ്സിനെയും മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു അവൾ. ഒരു ഭാര്യയുടേതായ കടമകൾ നിറവേറ്റണമെന്ന് തീരുമാനിച്ചിരുന്നു. അർജുന് സന്തോഷമുള്ളൊരു ലൈഫ് സമ്മാനിക്കണമെന്നും അതുവഴി ആ കുടുംബം മുഴുവൻ സന്തോഷിക്കണമെന്നും അവൾ ആഗ്രഹിച്ചു. അപ്പോഴും ഒരു കാര്യം അവൾ അൽക്കുന്നുണ്ട്, അവളുടെ ഭൂതകാലം. തൻ്റെ ആശങ്ക അവനുമായി പങ്കുവെക്കണമെന്നുണ്ട്. ഭാവിയിൽ തങ്ങൾക്കിടയിൽ അതൊരു കരടായി മാറില്ലെന്ന് അവനിൽ നിന്നൊരു ഉറപ്പ് കിട്ടണമെന്നുണ്ട് അവൾക്ക്. തൻ്റെ അകൽച്ചയിൽ വേദനിക്കുന്നവന് അതൊരു പ്രശ്നമായിരിക്കില്ലെന്ന് തോന്നിയെങ്കിലും തുറന്ന് സംസാരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഇതുവരെ തൻ്റെ മനസ്സിലുണ്ടായിരുന്നതും മാറി നിന്നതിൻ്റെ കാരണവും തൻ്റെ ആശങ്കകളുമൊക്കെ അവനോട് തുറന്ന് പറയുന്നുണ്ട് അവൾക്ക്. എല്ലാം ഒന്ന് പറഞ്ഞു തീർത്ത് മാപ്പ് പറയാനും ജീവിതം ആദ്യം മുതലേ തുടങ്ങണമെന്നൊക്കെ അവളും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവൻ സംസാരിക്കാൻ നിന്ന് കൊടുക്കേണ്ടി. മുൻവിധിയോടെയുള്ള അവൻ്റെ ഈ ഒഴിഞ്ഞുമാറ്റം അവൾ വേദനിപ്പിക്കുന്നുണ്ട്. ആ വേദന അവൾ അർഹിക്കുന്നുണ്ട്. അർജുനെ തെറ്റ് പറയാൻ പറ്റില്ല. അച്ഛൻ്റെ ഉപദേശത്തിൽ മാനസാന്തരം തോന്നി തെറ്റിദ്ധരുത്താൻ ഒരുങ്ങുന്ന മകള് ഇപ്പം മനസ്സ് മാറിയെങ്കിലും പിന്നീട് ഈ തീരുമാനം തെറ്റായി പോയെന്ന് അവൾ ചിന്തിച്ചേക്കാം എന്നവൻ തോന്നി. ഇപ്പോഴുള്ള മീരയുടെ മാറ്റം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അവന് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. തടയപ്പെടുന്നതിൻ്റെ വേദന അറിഞ്ഞവളാ ഞാൻ താലി കെട്ടിയവനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന തെറ്റ. നിങ്ങളും അങ്ങനെ ഒരു ലൈഫിലേക്കാണെന്ന് സ്വയം വിശ്വസിപ്പിച്ചു. എനിക്ക് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതം നന്നായിരുന്നേനെ. ഞാൻ കാരണ രാജങ്ങള്. ബാക്കി പറയാതെ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. എന്നിട്ടും അമ്മയും കൃതിയും നിങ്ങളെന്നെ കൈനീട്ടി സ്വീകരിച്ചു, സ്വന്തം പോലെ സ്നേഹിച്ചു. കയ്യിൽ കിട്ടിയ സ്വർഗം പോലെ ഒരു ജീവിതത്തെ ഞാനായിട്ട് ഇല്ലാതാക്കുകയായിരുന്നു. അതിനെനിക്ക് അർഹതയില്ലെന്ന് കരുതി. ഇപ്പോൾ ഓർക്കുമ്പോൾ അത് വലിയൊരു തെറ്റാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലാക്കി തരാൻ അച്ഛൻ വേണ്ടി വന്നു. എത്ര നിരസിച്ചാലും എല്ലാ മാസവും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൻ്റെ ഒരു ഓഹരി എൻ്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായി ഇടാറുണ്ട്. നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഒരു ഭർത്താവിൻ്റെ കടമകളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഞാനോ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ തീർത്തും ഒരു പരാജയമായിരുന്നു. മീരയുടെ വാക്കുകൾ എഴുതി. മീരെ, ഞാൻ നിന്നെ വിളിക്കുന്നതും ആ പണം അയക്കുന്നതും ഒക്കെ കടമായി കരുതിയിട്ടല്ല. എനിക്ക് തന്നോടുള്ള ഇഷ്ടമാണ്. തൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാനും തന്നെ കണ്ടിരിക്കാനും അത്രയ്ക്ക് ഇഷ്ടമാണോ. അതാ എത്ര വേണ്ടെന്ന് വെച്ചിട്ട് ഇടയ്ക്കിടെ വിളിച്ച് വിശേഷം തിരക്കുന്നത്. അവൻ കണ്ണു ചിമ്മി ചിരിച്ചു. പിന്നെ ഞാൻ അയക്കുന്ന പണമല്ലെങ്കിലും താൻ അന്തസ്സായി ജീവിക്കുന്ന അറിയാഞ്ഞിട്ടല്ല വേണ്ടെന്ന് പറഞ്ഞിട്ടും അക്കൗണ്ടിലിടുന്നത്. ഞാൻ അധ്വാനിച്ച പണം കൊണ്ട് താൻ ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങി കഴിക്കുന്നതും ഡ്രസ്സ് വാങ്ങുന്നതും തൻ്റെ ആവശ്യങ്ങൾ നടത്തുന്നതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. നമുക്കിഷ്ടമുള്ളവർക്ക് അവർ ഇഷ്ടപ്പെടുന്നത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഒരു തൃപ്തിയും സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ? ഇഷ്ടപ്പെട്ടതൊക്കെ കൂടെ നടന്ന് വാങ്ങിത്തരുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം എനിക്ക് തന്നോടില്ലല്ലോ. അതുകൊണ്ടാണ് അക്കൗണ്ടിലേക്ക് അയക്കുന്നത്. താൻ അത് ഉപയോഗിക്കില്ലെന്ന് അറിയാം. എങ്കിലൊരു സന്തോഷം. കടമ തീർക്കുന്നതെന്ന് കരുതരുത് താൻ. അവൻ പറയുന്നത് കേട്ടപ്പോൾ തന്നോട് തന്നെ പുച്ഛം തോന്നി മീനക്ക്. അവന് തന്നോടുള്ള ഇഷ്ടം അവനിൽ നിന്ന് തന്നെ അറിയുമ്പോൾ അവൻ്റെ മുന്നിൽ ഒന്നും അല്ലാതായി പോയപ്പോൾ ഇഷ്ടപ്പെടാൻ മാത്രം അവന് വേണ്ടി ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. നോവിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും അവളുടെ ശിരസ് വല്ലാണ്ട് താഴ്ന്നു പോയി. നെഞ്ചിൽ വല്ലാത്ത ഭാരം. മുന്നിൽ നിൽക്കുന്നവൻ്റെ നെഞ്ചിൽ തന്നോട് കളങ്കമില്ലാത്ത സ്നേഹമാണ്. അത് ഓർക്കും തോറും താനെന്ന ഭാര്യയോട് പുച്ഛവും ദേഷ്യവും സ്വയം തോന്നിപ്പോയി. ഒരിക്കൽ സ്നേഹത്തിന് വേണ്ടി ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. ഒരു കലപ്പുമില്ലാതെ ഒരാൾ വെച്ച് നീട്ടിയിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ചു. കയ്യിലിരുന്ന മാണിക്യത്തിൻ്റെ വില അറിയാതെ പോയവൾ സ്വയം പുച്ഛവും മുന്നിൽ നിൽക്കുന്നവരോട് ആരാധനയും തോന്നിപ്പോയവൾക്ക് ഇപ്പോഴും എങ്ങനെ ഇയാൾക്ക് തന്നോട് ഇത്ര നന്നായി പെരുമാറാൻ കഴിയുന്നു? അവൾക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് പൊറുക്കണം. അവന് മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ അവൾക്ക് അത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. സങ്കടം സഹിക്കുന്നില്ല അവൾക്ക്. അവൾ അങ്ങനെ തൊഴുതു നിൽക്കുന്നത് കണ്ട് അവനും വല്ലാതെയായി. ഹേയ്, എന്താടോ ഇത്? ഇങ്ങനൊന്നും പറയണ്ട. താൻ കിടന്നു. വെറുതെ അതും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. അർജുൻ പറഞ്ഞു. ചെല്ല്, കിടക്കാൻ നോക്ക്. ഞാനൊന്ന് നടന്നു വരുത്തിട്ടിടൂ. വല്ലാത്ത യാത്രക്ഷീണം. അവളുടെ ആ കണ്ണീരും സങ്കടവും കാണാൻ കഴിയാതെ അവൻ വീണ്ടും കയ്യെത്തി ബെഡിൽ നിന്നും പില്ലോ എടുത്ത് നിലത്തേക്കിട്ടു. മീര എന്തെങ്കിലും പറയും മുന്നേ അവൻ നിലത്ത് വിരിച്ചിട്ട് ഷീറ്റിലേക്ക് കിടക്കുകയും ചെയ്തു. ഞാനിനി ഒന്നും പറയില്ല. ബെഡിൽ കിടന്നേ.
കണ്ണും മുഖവും അമർത്തി തുടച്ച അവൾ പ്രാളത്തോടെ അവൻ കരികിൽ മുട്ടുകുത്തിയിരുന്നു. വേണ്ടടോ, താൻ കിടന്നോ, ലൈറ്റ് ഓഫ് ചെയ്തേക്ക്. അതും പറഞ്ഞവൻ പുറംതിരിഞ്ഞ് കിടന്നു. എന്നോടുള്ള വാശി കാണോ ഇവിടെ വന്ന് കിടക്കുന്നേ? അങ്ങനെയെങ്കിൽ ഞാൻ മാറി തന്നേക്കാം ഈ മുറിയിന്ന്, അവൾ പറഞ്ഞു. ഹൈ, അതൊന്നും വേണ്ടടോ, താൻ പോയി കിടക്കാൻ നോക്ക്, ഞാൻ ഇവിടെ കിടന്നോളാം, അതാ നല്ലത്, അവൻ ആ കിടപ്പിൽ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, അപ്പോൾ ഇത് എന്നോടുള്ള വാശിക്കല്ലേ? അവളുടെ സംസാരത്തിൽ ഒരു പരിഭവത്തിൻ്റെ ധ്വനി പോലെ. ചുണ്ടുകൾ പുറത്തേക്ക് ഉന്തി പിടിച്ചാണ് ഇരിപ്പ്. ഞാൻ കിടക്കുന്നോണ്ടാണെങ്കിൽ ഞാൻ താഴെ കിടന്നോളാം, ബെഡിൽ കയറി കിടക്ക് പ്ലീസ്. അവനങ്ങനെ നിലത്ത് കിടക്കുന്നത് കാണുമ്പോൾ അവൾക്കെന്തോ വല്ലായ്മ. അതൊന്നും വേണ്ട മീരെ, താൻ പോയി കിടക്ക്, നല്ല ക്ഷീണുണ്ടോ, ഞാൻ ഉറങ്ങട്ടെ, അവൻ വളരെ ശാന്തമായി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു.